ഡിസംബർ മാസത്തിലെ പാർട്ട് 2 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ. 2024 ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയേൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന് കിട്ടി. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കാണ് 2023 പുരസ്കാരം ഷാജി N കരുണിന് ലഭിക്കുന്നത്. ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹൈക്ക്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിൻ അസ് ലൈറ്റിൻ്റെ സംവിധായിക പായൽ കപാഡിയയ്ക്ക്. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക് ലഭിച്ചു. തോപ്പിൽ ഫാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ഫാസി അവാർഡ് പെരുമ്പടവം ശ്രീധരന് ലഭിച്ചു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം. ഈ കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് മിഷേൽ ബാച്ച്ലെയ്ക്കാണ്. അവർ ചിലിയുടെ മുൻ പ്രസിഡൻറ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ചിന് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് അർഹയായി. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പുരസ്കാരങ്ങൾ കവി പ്രഭ വർമ്മയ്ക്കും രവി മേനോനും ലഭിച്ചു. സിസ്റ്റർ ബെനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ ബെനീഞ്ഞ പുരസ്കാരം പെരുമ്പടവം ശ്രീധരന് ലഭിച്ചു. അതുപോലെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം. ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടിയുടെ UNEP-യുടെ പുരസ്കാരമാണ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം. അത് ലഭിച്ചത് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിനാണ്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംഫയ സ്റ്റോറിക്ക് ലഭിച്ചു. ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും ലഭിച്ചു. മലയാളിയായ സഹറു നുസൈബ കണ്ണന്നാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിന് ഈ വർഷത്തെ ക്രോസ്വേർഡ് അവാർഡ് ലഭിച്ചു. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്, അതുപോലെ മലയാളികളായ ഇംഗ്ലീഷ് എഴുത്തുകാരായ രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യ മേരി എന്നിവർക്കും പുരസ്കാരങ്ങൾ ലഭിച്ചു. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി നൽകുന്ന ഭരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ചത് സൂര്യ കൃഷ്ണമൂർത്തിക്കാണ്. ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് ദേവേന്ദ്ര ഫഡ്നവിസ്. അതുപോലെ നാസയുടെ പുതിയ മേധാവിയായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയാണ് ജാരദ് ഐക്മാനെ. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ ചുമതലയേറ്റു. ഇനി മറ്റു പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയറുകളാണ്. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച് ഫെയ്ഞ്ചൽ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് വീശി. അതുപോലെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രം എഴുതിയ വ്യക്തിയാണ് ഋഷിത ഋതു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തു. ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മിഷൻ മൗസം കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്തുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസം. മിഷൻ സ്പെയ്ഡെക്സ് 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സ്പെയ്ഡെക്സ്. കർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. ഈ മിഷൻ പ്രോബ 3 ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണിത്. ഇതിൻ്റെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി. സൂര്യൻ്റെ ഏറ്റവും ചൂടേറിയതും പുറമേ ഉള്ളതുമായ പ്രഭാവലയമായ കൊറോണ പാളിയെപ്പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ 3യുടെ ദൗത്യം.
നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ INS തുഷീൽ കമ്മീഷൻ ചെയ്തു. അതുപോലെ ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഏറ്റവും നൂതനമായ നിർമ്മിതബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ. ഈ മാസത്തിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് കറണ്ട് അഫെയറുകളാണ്. ഇന്ത്യയുടെ ദൊമ്മരാജു ഗുകേഷ് അഥവാ ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായി. അദ്ദേഹത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും അതുപോലെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരവുമാണ് ഡി ഗുകേഷ്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരമായ നിഹാൽ സരീൻ കിരീടം നേടി. 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യയാണ് വേദിയാകുന്നത്. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയവരാണ് ഉർവിൽ പട്ടേലും അഭിഷേക് ശർമ്മയും. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് ന്യൂസിലൻഡിൻ്റെ കെയ്ൻ വില്യംസൺ. സയ്യിദ് മോദി ബാഡ്മിൻ്റൺ സൂപ്പർ സീരീസ് ടൂർണമെൻറ്റിൽ കിരീടം ചൂടി ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും. അതുപോലെ വനിതാ ഡബിൾസിൽ മലയാളി താരങ്ങളായ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യവും ജേതാക്കളായി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട് ബറോഡ ടീം. ഗാംബിയയ്ക്കെതിരെ സിംബാബ്വെ 20 ഓവറിൽ 344 റൺസ് എടുത്ത റെക്കോർഡ് കടന്നാണ് ഇവർ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലാറൂസിൻ്റെ ആര്യാന സബലങ്കയെ തിരഞ്ഞെടുത്തു. താങ്ക് യു.